നമ്മുടെ മക്കൾ ജനനം മുതലേ നമ്മളെ കാണാറുണ്ട് അല്ലേ? എന്നാൽ ആ മക്കളോട് നാം തുടക്കം മുതലേ ഒരു മാനസികമായിരിക്കുന്ന നല്ല ഒരു സമീപനം നാം കാണാൻ വേണ്ടി സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇനി അങ്ങനെ ഒരു സമയം നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കൾ പുറമേ എവിടെ നിന്നാണോ സ്നേഹം കിട്ടുന്നത് അത് അങ്ങോട്ട് പോകും. അതുകൊണ്ടാണ് 18 വയസ്സിന് ശേഷം പെൺകുട്ടികൾ 18 വയസ്സ് വരെ നോക്കി വളർത്തിയ മാതാപിതാക്കളെ ഒഴിവാക്കിയിട്ട് മറ്റൊരാളുടെ കൂടെ പോകുന്നുവെങ്കിൽ അതിൻ്റെ കാരണം ഈ 18 വയസ്സ് വരെ നമ്മുടെ മക്കൾക്ക് അഥവാ പെൺകുട്ടികൾക്ക് കൊടുക്കേണ്ടുന്ന പോസിറ്റീവ് എനർജികൾ കാര്യമായിട്ട് അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. പക്ഷെ എന്നാലും പോകുന്നുണ്ടല്ലോ, അത് ചിലപ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനം അങ്ങനെയാവാം. അള്ളാഹുവിൻ്റെ ഖദാ ഖദർ പോലെ നടക്കുള്ളൂ, അത് മറ്റൊരു വിഷയമാണ്. നമ്മുടെ ഈ വിഷയത്തിൽ 18 വയസ്സ് വരെ നമ്മുടെ പെൺമക്കളെ നാം ലാളിക്കുകയും കൊഞ്ചിക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് കൊടുക്കേണ്ടുന്ന പോസിറ്റീവ് എനർജി, അതാണ് മുഖ്യമായിട്ടുള്ള വിഷയം. അവർക്ക് കൊടുക്കേണ്ടുന്ന പോസിറ്റീവ് എനർജി, അവരെ കണ്ടാൽ ചിരിച്ചോളണം, സംസാരിച്ചോളണം. ഇല്ലെങ്കിൽ നമ്മളെ കൂടാതെ സംസാരിക്കാൻ അവർ വേറെ ആളെ തിരഞ്ഞെടുത്താൽ പിന്നീട് നമ്മളോടുള്ള സമീപനം കുറഞ്ഞു വരികയും നമ്മളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള കാര്യങ്ങളായിരിക്കും അവർ പിന്നീട് നോക്കുക. അതുകൊണ്ട് അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. അപ്പോൾ ഒരു കാര്യം പറഞ്ഞു, പോസിറ്റീവ് എനർജി. രണ്ടാമത്തെ കാര്യം, നമ്മുടെ മക്കൾക്ക് നമ്മൾ ഹലാലായിരിക്കുന്ന ഭക്ഷ്യസാധനങ്ങൾ കഴിക്കാൻ വേണ്ടി കൊടുക്കുക. അത് മക്കളായാലും ഭാര്യയായാലും ഉമ്മയായാലും ഉപ്പയായാലും ഒക്കെ അങ്ങനെ തന്നെ. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഭക്ഷണം അത് ഹലാലായതാവണം. നേരെ മറിച്ച് ഹറാമിൻ്റെ ഇനം, ഈ ഹറാമിൻ്റെ ഇനം, അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നാം ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളുടെ വയറ്റിനകത്ത് ഹറാമാണുള്ളത്. അപ്പോൾ ഈ ഹറാം വയറ്റിൻ്റെ അകത്ത് ഉണ്ടാവുമ്പോൾ ഇവർക്ക് ഹലാൽ ചിന്തിക്കാൻ കഴിയില്ല. ശരിയല്ലത്? അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം കൊടുക്കുമ്പോൾ ഹലാലായത് കൊടുക്കണം. ലോട്ടറി ടിക്കറ്റ് വിറ്റുകൊണ്ടുള്ള പൈസ കൊണ്ട് ഭക്ഷണം കൊടുക്കരുത്. അതേപോലെ തന്നെ പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കിയ പൈസ കൊണ്ട് ഭക്ഷണം കൊടുക്കരുത്. അതേപോലെ ചതിയും വഞ്ചനയും നടത്തി കച്ചവടം ചെയ്തിട്ട് കിട്ടുന്ന ആ ലാഭം കൊണ്ട് മക്കളെ തീറ്റരുത്. ഇങ്ങനെ ഹറാമിൻ്റെ ഇനം ഭക്ഷണം നമ്മുടെ മക്കളുടെ വയറ്റിലുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവർക്ക് ഹലാൽ ചിന്തിക്കാൻ കഴിയുകയേ ഇല്ല. അപ്പം അതുകൊണ്ട് രണ്ടാമത്തെ കാര്യമാണ്, നമ്മുടെ മക്കൾക്ക് നമ്മൾ ഹലാലായത് മാത്രമേ കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പം ഈ ഒരു കാര്യവും കൂടി നമ്മൾ ഇതിലൂടെ ചേർത്ത് വായിക്കേണ്ടതാകുന്നു. അതേപോലെ തന്നെ പ്രസവമെടുക്കുന്ന ഡോക്ടർ അല്ലേ, ആ ഡോക്ടർ ഒരു ഉമ്മ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ പൊക്കിൽ കൂടി മുറിക്കുന്നതിന് മുമ്പ് ഉമ്മാനെ നെഞ്ചിൽ വയറിൻ്റെ മേലെ അതേ രൂപത്തിൽ അപ്പം തന്നെ എന്ത് ചെയ്യും? ഈ കുട്ടിയെ അങ്ങോട്ട് കമഴ്ത്തി കിടത്തും ഇല്ല, ഒരല്പസമയം. എന്താണത്? അപ്പോൾ ആ കമഴ്ത്തി കിടത്തുന്നത് ആ സമയം മുതൽ ഈ കുട്ടിക്ക് ഉമ്മാനോടുള്ള നല്ല ഒരു പോസിറ്റീവ് എനർജി കിട്ടുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതാര് മനസ്സിലാക്കി?
പ്രസവം എടുക്കുന്ന ഡോക്ടർ മനസ്സിലാക്കി. അപ്പം അവിടുന്ന് തുടങ്ങി ഉമ്മയും കുട്ടിയും തമ്മിലുള്ള ബന്ധം. ഈ ബന്ധം ഒരു കാരണവശാലും നഷ്ടപ്പെടുത്താൻ നാം തീരുമാനിക്കാനേ പാടില്ല. തീരുമാനിക്കില്ല, അത് മറ്റൊരു വിഷയമാണ്. പക്ഷേ ഇതങ്ങനെ ആയിപ്പോകുന്നതാണല്ലേ. അപ്പോൾ അതിൻ്റെ മരുന്ന് ഞാൻ പറഞ്ഞത് എന്ത്, നമ്മുടെ മക്കൾക്ക് ഹറാമ് തീറ്റിപ്പോറ്റരുത്, ഹലാലായത് കൊടുക്കുക. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തായാലും നമ്മുടെ മക്കൾ നല്ലതേ ചിന്തിക്കുകയുള്ളൂ. നല്ലത് കൊടുത്താൽ നല്ലത് ചിന്തിക്കും, മോശമായത് കൊടുത്താൽ മോശമായത് ചിന്തിക്കും. ഇതാണ് പ്രകൃതി നിയമം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ നല്ല കുട്ടികളായി തീരണം. മാതാപിതാക്കളെ അറിയണം. നമ്മുടെ മക്കൾ അറിയണം, അറിഞ്ഞു വളരണം. എൻ്റെ ഉപ്പ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്, എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. ഈ ഒരു കാര്യം നമ്മുടെ മക്കൾ അറിഞ്ഞേ മതിയാവൂ. ഇല്ലെങ്കിലോ അവിടെ പല പ്രശ്നങ്ങൾക്കും കാരണമാവുന്നതാണ്.